ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. അതായത് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ. പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം, ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി. അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ അപ്പൊ നമ്മുടെ ബബിത ബാബി എന്ന് പറയുന്ന യൂട്യൂബർ എല്ലാവർക്കും അറിയാമായിരിക്കും. അറൗണ്ട് 1 മില്യൺ സബ് അവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവര് ജോസ് ടോക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കുറച്ചധികം അവര് ഈ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിയതും അവിടെ നിന്ന് ലീവ് എടുത്തതും ഉൾപ്പെടെ അതിനുണ്ടായ കാരണങ്ങൾ, ആ കാരണം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കലിയാണ് ഉണ്ടായത്. വിഷമത്തെക്കാളും ഭയങ്കര കലിയാണ് ഉണ്ടായത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഈ ബബിത എന്ന് പറയുന്ന ഈ ലേഡി ഇവര് ഇപ്പോൾ ഒരാളെ പ്രണയിക്കുകയും വീട്ടുകാരാ കല്യാണത്തിന് എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയും അങ്ങനെ ഇവര് അവരുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന് ഒളിച്ചോടി ആ ഒരു വ്യക്തിയോട് ഒളിച്ചോടുകയും അവിടെ പോയി അടിപൊളിയായിട്ട് ഒരു വിവാഹ ജീവിതമൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇവരെ ദേഹ ഉപദ്രവം ഉൾപ്പെടെ അവൻ കഞ്ഞി കേസായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിലും കൊണ്ട് അവർ ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയും മൊത്തത്തിൽ അലവും കോലവും ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ടൈമിലാണ് അവർ സ്വന്തമായിട്ട് വിചാരിച്ചു ഇനി എന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിൽ ജോലി മേടിക്കണം. അങ്ങനെ ഗവൺമെന്റ് ജോലി എങ്ങനെയെങ്കിലും മേടിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിൽ അവരെന്ത് ചെയ്തു, PSC പഠിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് PSC പഠിക്കാൻ തുടങ്ങി. PSC പഠിച്ചു. ആദ്യം ഏതോ ടെസ്റ്റ് എഴുതി, പോലീസിലെന്തോ എഴുതി, അത് കിട്ടി. അത് ടെസ്റ്റ് കിട്ടി. അടുത്ത് നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ സ്പോർട്സിലെന്തോ അത് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റുകൾ എഴുതി റെയിൽവേയിൽ കിട്ടി. അങ്ങനെ അവർ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ്, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് ജോലി കിട്ടിയത്. അങ്ങനെ തുടർന്ന് തമിഴ്നാട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് പോവുകയുണ്ടായി. അങ്ങനെ അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയിൽ മറ്റേ പാളം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുമല്ലോ, ഇൻസ്പെക്ഷൻ ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അവരുടെ ജോലി. അപ്പോൾ അവർ അടിപൊളിയായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ടൈമിലാണ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും യൂണിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ യൂണിയനിൽ ഇവർ മെമ്പർഷിപ്പ് എടുത്ത് അവർ വന്ന് ചോദിച്ചപ്പോൾ ഇവർ മെമ്പർഷിപ്പ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും നല്ലതല്ലേ എന്ന് അവർ വിചാരിച്ചു. പേഴ്സണലി അവരെന്തായാലും വിചാരിക്കാം എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി യൂണിയൻ ഇടപെടുമല്ലോ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വെച്ചാൽ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്ത് അടിപൊളിയായിട്ട് യൂണിയനിൽ ശരി നല്ല സന്തോഷത്തിലെടുത്തു. പക്ഷെ അവിടെയാണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു തെറ്റ് പറ്റിയത്. അങ്ങനെ യൂണിയനിൽ എടുക്കുകയും അവിടെ യൂണിയൻസ് അവരെന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും പോകേണ്ടി വന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന ലേറ്റ് നൈറ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ യൂണിയനിൽ എപ്പോൾ പരിപാടി വിളിച്ചാൽ അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ തുടർന്ന് ഈ യൂണിയൻകാരന്മാർ വീട്ടിലെ പൊറോട്ട അടിക്കാൻ ഉൾപ്പെടെ ചപ്പാത്തി കുഴയ്ക്കാൻ ഉൾപ്പെടെ കൂടെ കിടപ്പറയിൽ വിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അത് കണ്ടപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ കലിയാണ് ഉണ്ടായത്. ഇതാണോ യൂണിയൻ? ഇതാണോ യൂണിയൻ അവസ്ഥ? എന്തായാലും അതിനെക്കുറിച്ച് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. അതായത് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ. പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം, ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാലും അവിടെയുള്ള, അതായത് തമിഴ്നാടാണ്, അപ്പൊ അവിടെയുള്ള സീനിയർ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി കാണണ്ട, കാര്യം ഇവിടെ അങ്ങനെയാണ്, നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ട്രാക്ക് മാൻ ആയിട്ടുള്ള ജോലിയാണ്, അവരുടെ മുഖം കറുപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് 100 മീറ്റർ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ 500 മീറ്റർ ചെയ്യേണ്ടി വരും, ഈ പൊരിയാണി വെയിലത്ത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ? അതൊക്കെ കേട്ടപ്പോൾ ശരി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ണു അടച്ചിരുന്നു. പക്ഷേ പോകെ ഞങ്ങൾ ലേഡീസിന്റെ അടുത്ത് വളരെ മോശമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പെരുമാറാൻ തുടങ്ങി. അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ച് ഇയാൾക്കെതിരെ ഞങ്ങൾ കംപ്ലൈന്റ്. ഇവര് തമിഴന്മാരായതുകൊണ്ട് തന്നെ അവന്മാരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ജോലിക്കാരെ അങ്ങ് അടിമയാക്കി വീട്ടിലെ ജോലിക്കാരാക്കി മാറ്റി. അവിടെ ഫംഗ്ഷനും കാര്യങ്ങൾ വരുമ്പോൾ അവരെ വീട്ടിലെ ജോലിയും കാര്യങ്ങളും മീൻസ് പൊറോട്ട അടിക്കാനും മാവ് കുഴയ്ക്കാനും ഒക്കെ ഇവരെ ആക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. റെയിൽവേയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആണല്ലോ റെയിൽവേ. എല്ലാവരും അവസ്ഥ ഇതായി. റെയിൽവേയിൽ വലിയ ഗവൺമെന്റ് ജോലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിപ്പോയി അവസാനം ഇതായ അവസ്ഥ. തമിഴിന്റെ വീട്ടിൽ മാവ് കുഴയ്ക്കുന്ന അവസ്ഥയായി. എന്നിട്ട് മാവ് കുഴച്ചതും പോട്ട് അവർ സ്വന്തം വീട്ടിലുള്ള കാര്യം എന്നുള്ള രീതിയിൽ അങ്ങ് മെന്റാലിറ്റിയിൽ പോയി, എന്തായാലും വരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അടുത്ത് സംഭവിച്ചത് അവൻ്റെയൊക്കെ കിടപ്പറയിൽ വിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെ വന്നപ്പോൾ
പരാതി കൊടുത്തതിനെ തുടർന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അത് സംഭവിക്കാതിരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്തായാലും അവന്മാരും ഇടയും, തമിഴന്മാരാണ്, അവന്മാരെന്തായാലും ഇടയും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല, ഇവിടെ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് വിളിക്കാറുണ്ട്. ഇതാണ് അവസ്ഥ. കണ്ടെൻ്റെ വീട്ടിൽ പോയി ചട്ടി കഴിയേണ്ട അവസ്ഥയായി. ഏത് ജോലിക്ക് അതിൻ്റെതായ മഹത്വം ഉണ്ട്. ഇപ്പം മനസ്സിലായ ഗവൺമെന്റ് ജോലിക്കാരെയും കൊണ്ട് ഇട്ടണ്ട. എന്തായാലും ഇവര് കംപ്ലൈന്റ് തുടർന്ന് കൊടുത്തു. അതിനുശേഷം അവർ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് ലോഡ് ആവട്ടെ, എല്ലാ രീതിയിലും ഞങ്ങളെ ആ പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അരിയർ, പ്രൊമോഷൻസ്, ഞങ്ങൾക്ക് തരേണ്ട കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തു. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രാൻസ്ഫർ. ഈ ഒരൊറ്റ പ്രോബ്ലം കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫർ പോലും അവരെടുത്ത് മാറ്റി എന്നുള്ളതാണ്. അതായത് തിരുച്ചിറപ്പള്ളിയിൽ മാത്രം, സദേൺ റെയിൽവേയിൽ തിരുച്ചിറപ്പള്ളിയിൽ മാത്രം 9 വർഷമായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അവസാനം ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പോയി. ഈ ഒരു പ്രശ്നം 2017 നടന്നു. അതിനുശേഷം ഇന്ന് വരെ ട്രാൻസ്ഫർ തിരുച്ചിറപ്പള്ളിയിൽ നടന്നിട്ടില്ല. ബാക്കി എല്ലാ ഡിവിഷനുകളിലും 2 വർഷമായി ജോയിൻ ചെയ്ത് 2 വർഷം ആയവർ പോലും അവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ റെയിൽവേയിൽ ഒരു റൂൾ ഉണ്ട്, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പരിഗണിക്കണം എന്നൊരു റൂള്. അതുപോലും അവർ കണക്കിലെടുക്കാതെ ഞങ്ങളെ അവിടെ ഇട്ട് ഇപ്പോഴും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അടിമകളാക്കി ഇട്ടെന്നാണ് അർത്ഥം. അതാണ് ഇപ്പൊ ബബിത പറഞ്ഞു വന്നത്. അതായത് അവർക്ക് ട്രാൻസ്ഫർ ഇല്ല, ഒന്നുമില്ല, ഒരു കോപ്പും കൊടുക്കാണ്ട് അടിമകളാക്കി അവന്മാരവിടെ ഇട്ടു. അതാണ് സത്യം. മനസ്സിലായോ? അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അടിമകളാക്കി അവന്മാരവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം വേറെ ഒന്നും സംഭവിച്ചില്ല. കൂടെ കിടക്കാൻ വിളിച്ച് അതിന് തുടർന്ന് കംപ്ലൈന്റ് കൊടുത്തതിനെ തുടർന്നുണ്ടായ പീഡനങ്ങളാണ് ഈ സംഭവം. അവിടെ അടിമകളാക്കിയിട്ട് ട്രാൻസ്ഫറും കൊടുക്കാണ്ട് അവിടെ പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല. സൂപ്പർ അല്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. ഗവൺമെന്റ് ജോലി എന്ന് കിടന്ന് വിളിക്കുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. കേള് ബാക്കി. ഇനിയും ട്രാൻസ്ഫർ വരും എന്നുള്ള പ്രതീക്ഷയില് പല ആളുകളും അവിടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പല ആൾക്കാർക്കും പേരൻസ്, ഓൾഡ് ഏജ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്, അതുപോലെ ഫാമിലി ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ ടീനേജിൽ നിൽക്കുന്ന കുട്ടികളാണ്. അവരുടെ കൂടെ ഞാൻ നിൽക്കേണ്ടതാണ്. കാര്യം ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്. ആ കുട്ടികളുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഭാവി, അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ട്രാൻസ്ഫർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ, ഇത്രയും വലിയ പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഒരു യൂണിയന്റെ ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ, 290 ആൾക്കാരുടെ ജീവിതം ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കാൻ അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും ആളുകളുടെ ട്രാൻസ്ഫർ എന്ന സ്വപ്നവും അവരുടെ ജീവിതവുമാണ് നശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടപ്പോൾ എനിക്കത് കൺഫേം ആയി. ഇനിയുള്ള ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ട്രാൻസ്ഫർ കിട്ടാനായാലും ഇനി ഇവിടെ നിന്നൊരു മുകളിലേക്ക് കയറുക എന്നത് ഭയങ്കര. എന്തായാലും ഇതേ തുടർന്ന് ബബിത ലീവ് എടുത്ത് യൂട്യൂബ് ചാനലും കാര്യങ്ങളായിട്ടൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇനിയും പെട്ട് കിടക്കുന്ന, ട്രാൻസ്ഫറും കിട്ടാതെ പെട്ട് കിടക്കുന്ന 290 എത്ര സ്ത്രീകൾ അവിടെ വീണ്ടും ഉണ്ട്. ഇതുപോലെ സ്ത്രീ യൂണിയനിൽ ഇവന്മാർക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിനെ തുടർന്നായിരിക്കും അവിടെ ഫംഗ്ഷൻ വരുമ്പോൾ ഇവർ കേരള സാരി കൊടുത്ത് കൈകൂപ്പി നിൽക്കണം. ഇതാണ് അവസ്ഥ. മനസ്സിലായ? ഗവൺമെന്റ് ജോലിക്കാര്, കേന്ദ്ര ഗവൺമെന്റ്, റെയിൽവേ, ഇതാണ് അവസ്ഥ. ഇപ്പൊ മനസ്സിലായാടേ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ് കിടന്ന് ഓടുന്നവരൊക്കെ അവസ്ഥ. നാട്ടില് പിന്നെ പറയാം ഗവൺമെന്റിലാണ്, റെയിൽവേയിലാണ്, ഇതൊക്കെയാണെന്ന്. ഇതുപോലത്തെ യൂണിയൻ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. മനസ്സിലായ? ഇനിയെങ്കിലും വിചാരിക്കുക, ഏതായാലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നൊന്നും ആരും കിടന്ന് കൈയും കാലിട്ട് അടിക്കാതെ. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. പിന്നെ നാട്ടിലൊന്നും പെരുമ പറയാം, ഞാൻ ഗവൺമെന്റിൽ ജോലിയിലാണെന്ന്, റെയിൽവേയിലാണെന്നൊക്കെ പറയാം ഭയങ്കര കാര്യമായിട്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇനി അവിടെ 200 എത്ര പേര് പെട്ട് കിടക്കാണ് ട്രാൻസ്ഫർ പോലും കിട്ടാതെ. ഇപ്പൊ ബബിത വന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ് ആയി. എല്ലാവരും സക്സസ് ആവണമെന്നില്ല. സക്സസ് ആയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കി ഇനിയും കിടക്കണം അവിടെ സക്സസ് ആവാതെ ലൈഫിൽ ഈ ജോലി ചെയ്ത് അടിമയായിട്ട് അവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. മനസ്സിലായ? പക്ഷേ ഇത് തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അവിടെ ഇതാണ് ഭരണം, അങ്ങനെയാണ്. മീൻസ് അവിടെ അവർ പറയുന്നതൊക്കെ തന്നെയാണ് റൈറ്റ്സ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് യൂണിയൻകാരെന്ന് പറഞ്ഞപ്പോൾ റെയിൽവേയുടെ നിയമം വരെ മാറിയ രീതിയിൽ പിടിപാടല്ലേ അവസ്ഥ.